ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് ഹോളിഡേ ആണ്, ബാക്കി എല്ലാവർക്കും ഹോളിഡേ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇന്ന് ഫിഷിങ്ങിനായിട്ട് പോവാണ്. ഫിഷിംഗ് റോഡൊക്കെ ഇരിപ്പുണ്ട്, നമ്മുടെ സാധാരണ മുളവടി പിന്നെ അതുമത്തെ ടങ്കീസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നിന്ന് മാറി ഇപ്പോഴത്തെ പിള്ളേർ, ന്യൂജൻ പിള്ളേർ കൊണ്ട് നടക്കണ പോലെ മെഷീൻ ചൂണ്ട മേടിക്കാൻ വേണ്ടിയാണ് ആദ്യം പോകുന്നത്. ഞങ്ങൾക്ക് ആർക്കും അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല, പക്ഷെ ഒരു പൂതി മെഷീൻ ചൂണ്ട വെച്ചിട്ടൊന്ന് ചൂണ്ടാനായിട്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചൂണ്ട മേടിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ കരൂപ്പടന എന്ന് പറഞ്ഞ പ്ലേസിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത് മെഷീൻ ചൂണ്ട. അപ്പോൾ ആദ്യം നമുക്ക് മെഷീൻ ചൂണ്ട മേടിക്കാം, എന്നിട്ട് നമുക്ക് ചൂണ്ടാൻ പോവാം. അപ്പം ചൂണ്ടാൻ വലിയ കാര്യമായിട്ട് അറിയില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്യും, നമ്മുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ അതെ, ഞാൻ, അഗി, അമൽ 3 പേരുണ്ട്. പിന്നെ പപ്പ ഞങ്ങളെ ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ചൂണ്ടുന്ന സ്ഥലത്ത് വെച്ച് ജോയിൻ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചൂണ്ട മേടിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചൂണ്ട മേടിച്ചിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ കരൂപ്പടനുള്ള ചൂണ്ടക്കടയിൽ എത്തിയിട്ടുണ്ട്. ഇനി ചൂണ്ട മേടിക്കാം, എന്നിട്ട് കാണാം. ചിലപ്പോൾ നിങ്ങൾ ഉണക്കായിരിക്കും. നമുക്ക് ഈ റേറ്റ് കുറവിൻ്റെതാണോ? ഇത് എത്ര ലെങ്ത് കിട്ടുന്നത്? 7 അടി. പത്ത് മേടിക്കാൻ വന്നേക്കാം. ഹലോ, ഞാൻ എവിടെ എത്തി? കരുപ്പടനം അപ്പോൾ ഇതാണ് കരൂപ്പടനുള്ള നമ്മുടെ ചൂണ്ടക്കട. നമ്മൾ സാധനങ്ങൾ മേടിക്കണേ ഗൈസ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. തവളക്കുഞ്ഞി അമ്മലിരിക്കുന്നുണ്ട്. അമ്മലിലാണ് ചൂണ്ടെന്ന് കാണിച്ചടാ. ഇതാണ് ചൂണ്ടൻ തവളയൊക്കെ കണ്ട. അപ്പോൾ നമുക്ക് കടക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ വലിയ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി അതാൾ പറഞ്ഞത് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കുള്ളൂ എന്ന് പറയണേ. അപ്പോൾ നമുക്ക് നേരെ ചൂണ്ടാൻ പോവാം, ബാക്കി അവിടെ വെച്ചിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ മെഷീൻ ചൂണ്ട മേടിച്ചെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ സാധാരണ ചൂണ്ട എടുത്തിട്ടുണ്ട്. എൻ്റെ കുളത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിടാനായിട്ട് പശുവിൻ്റെ തീറ്റ, കപ്പലിന് പിണ്ണാക്കുന്നല്ലേ പറയാ ജീനെ, ആരോടെ ചോദിക്കണേ? പശുവിൻ്റെ ഫീഡ്സ്, മീനിൻ്റെ ഫീഡ്സ്, മിക്സ് ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും ഇതൊക്കെ വേണമെന്നാണ് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ പറയണേ. അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇറങ്ങുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി. എൻ്റെ ഫേസിലോട്ട് ലൈറ്റ് അടിക്കണ അറിയാം, വെയിലായി തുടങ്ങി. ശരിക്കും വെയിൽ വരണേലും മുന്നേ ചൂണ്ടണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ കിട്ടണവരെ നമ്മൾ ചൂണ്ടും, കിട്ടണ വീഡിയോ ഞങ്ങൾ ഇടും, അതാണ് വേറെ കാര്യം. ഇനി ഒന്നും കിട്ടിയില്ല 1 കിലോ മീൻ മേടിച്ചിട്ട് വീട്ടിൽ പോകുള്ളൂ. മമ്മീനെ വെല്ലുവിളിച്ചിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് പപ്പേനെയും കൂടെ പിക്ക് ചെയ്ത് ഇതൊക്കെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. റെഡിയായി സാധനം? ഇതാണ് മിക്സ് ചെയ്ത് വെച്ചാണ് തീറ്റ. മിക്സിംഗ് ബൈ പപ്പ. അമൽ പ്ലീസ് കം. അമലാണ് നമ്മുടെ മെയിൻ മീൻകാരൻ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പോകാൻ പോവാണ്.
നല്ല വെയിലായിട്ടുണ്ട്, നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഗൈസ്, അപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് ഒരു ട്രയൽ അടിക്കാനാണ്. മീൻ പിടുത്തം വലിയ കാര്യമായിട്ട് അറിയാത്ത കാരണം കൊണ്ട് മെഷീൻ ചൂണ്ട വെച്ചിട്ട് പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ഔട്ടത്തൂര് ഉള്ള ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയലിക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഈ മെഷീൻ ചൂണ്ട ഒന്ന് ട്രയൽ എറിഞ്ഞു നോക്കാം, എത്രത്തോളം ദൂരം പോകണമെന്ന് നോക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ സ്പോട്ടിലെത്തി കഴിഞ്ഞു. ഇപ്പം ഔട്ടത്തൂര് ഉള്ള ചെറിയലാണ് വന്നിരിക്കുന്നത്, കാണിച്ചു തരാം. ഇതാണ് ഔട്ടത്തൂരുള്ള ചിറ. നമ്മുടെ മെയിൻ ഫിഷർമാൻ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട് അമ്മൽ. അപ്പം ഇനി ഒന്ന് എറിഞ്ഞു നോക്കട്ടെ ചൂണ്ട, എന്തെങ്കിലും കിട്ടുമോ നോക്കാം. എറിഞ്ഞോ? അൺലോക്ക് ചെയ്. വല്ലാണ്ട് നീ ഒരു ട്രൈ മറ്റേ പെരബോൾ അല്ലെങ്കിലും മോൾ ഭാഗം നീ ആള് പോരാട്ടല്ലേ? ലോക്ക് ചെയ്തു ദൂരം പോയില്ല. പിടിച്ചേ, ഞാൻ ഒന്ന് നോക്കിയോട്ടെ. ഗൈസ്, ആറ്റ് നോറ്റ് മീൻ പിടിക്കാൻ വന്നപ്പോൾ ഭയങ്കര കാറ്റ്. ഞങ്ങൾ എറിയണതൊന്നും അറിയാണ്ടാണോന്ന് അറിയില്ല. ചുറ്റു പിടിക്കുക, തോന്നിയിടത്തേക്ക് പോവുക, ദൂരത്തേക്ക് പോകണില്ല. അപ്പോൾ കാറ്റ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചുറ്റു പിടിച്ചിട്ട് കയറ് മൊത്തം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. പിന്നെ ഒരു ടെറിഫിക് ആയിട്ടൊരു അനുഭവം ഉണ്ടായി. ഒറ്റ കരണ്ട് കമ്പിയിൽ പോയിരുന്നു. നമ്മുടെ മെയിൻ ഫിഷർമാൻ അമൽ എറിഞ്ഞപ്പോഴാണ് കരണ്ട് കമ്പിയിൽ പോയിരുന്നു. ഇതാ കാണുന്ന 3 ലൈനില്ലേ, അതുമായിരുന്നു ചൂണ്ടക്കുളത്ത്. എന്നിട്ട് എൻ്റെ അത് തീവ്രമായിട്ടുള്ള ഇടപെടലിൽ സംഭവം ശരിയാക്കി എടുത്തു ഞങ്ങൾ. കാറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചൂണ്ട ഇറക്കുന്നതായിരിക്കും. എറിഞ്ഞോ? കിട്ടിയില്ല, അമല എറിഞ്ഞു പഠിക്കാൻ തന്നെ. തവളനെ കാണാനില്ലേ? തവള മുങ്ങി പോയി. ട്രയൽ നമ്പർ 3 എന്നിട്ടാ എറി ഫ്ലോപ്പായി പോയി. അവിടേക്കെറിഞ്ഞോ? എറിഞ്ഞോ കുഴപ്പമില്ല, എറിഞ്ഞോ പോണേ. അപ്പൊ ഉന്തി ഒന്നോടെ. ആ, നമ്മുടെ ഫസ്റ്റത്തെ പരീക്ഷണം സമ്പൂർണ്ണ പരാജയം. ഭയങ്കര വെയിലായി തുടങ്ങി. അപ്പോൾ മീനുകൾ വരാത്തതാണോ അതോ ഞങ്ങൾക്ക് മീൻ പിടിക്കാത്ത അറിയാത്തതാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ മീൻ കിട്ടുന്നിടത്തോളം നമ്മൾ ഈ പ്രയത്നം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പിൽ പോവാണ്. അജി അമലും തോൽവി സമ്മതിച്ചിരിക്കുകയാണ് പൂർണ്ണമായിട്ട്. അപ്പോൾ ഇത്തവണ ഞാൻ കൊണ്ടുപോകുന്നത് അമ്മേനെയാണ്. അപ്പൊ അമ്മ ഭയങ്കര കോൺഫിഡൻസിലാണ്. അമ്മ പോയിട്ട് വലിയ മീനെ പിടിക്കുന്നാണ് പറയണേ. അപ്പൊ പപ്പയുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്ന സ്പോട്ടും ഞങ്ങളൊന്ന് മാറ്റി. ഇനി വേറെ സ്ഥലത്തൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ അവിടെ നമ്മുടെ മീനുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടാലോ. അപ്പൊ ഞങ്ങള് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഏതാ പപ്പ സ്ഥലത്തിന്റെ പേര്? ഔണ്ടർചാൽ. പേര് ഭയങ്കര വിജൃംഭിച്ചൊരു പേരാണെങ്കിലും ഇഷ്ടംപോലെ മീനുണ്ടെന്നാണ് പപ്പ പറയണേ. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ ആ പ്ലേസ് കാണിച്ചു തരാം. ഞങ്ങൾ മീനെ പിടിക്കുന്നതായിരിക്കും. കോൺഫിഡൻസിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ഒരു മീനെ പിടിച്ചിട്ട് മാത്രമേ വീഡിയോ ഞങ്ങൾ റിലീസ് ചെയ്യുള്ളൂ. സോ നമുക്ക് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ സ്പോട്ടിലെത്തി. മീൻ കിട്ടിയില്ലെങ്കിലും നല്ല അടിപൊളി സ്പോട്ടാണ്. ഞാൻ കാണിച്ചു തരാം. വാവ്, കിട്ടില്ല, അടിപൊളി സ്പോട്ടാണ്. വിത്ത് മൈ തവള ഐ ആം വാക്കിംഗ്.
സോ മീനെ കിട്ടുമോ നോക്കാം. അമ്മയ്ക്ക് രാശി ഉണ്ടോ നോക്കട്ടെ. ഇതേ അപ്പം നമ്മളൊരു സ്ഥലത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കിട്ടുമോയെന്നറിയില്ല. പപ്പനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പപ്പ പിടിക്കുന്നുണ്ട്. നമ്മുടെ തവള നീന്തി വരുന്നുണ്ട്. അല്ല അത് വരും ഇങ്ങനെ ആ വെള്ളത്തിന്റെ ഓളത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് വരും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലത്തെ രാത്രിയിൽ പോയിട്ട് നമുക്ക് കിട്ടിയില്ല. വൈകുന്നേരം പോയതും പരാജയപ്പെട്ടു നമ്മൾ. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും രാവിലെ ഇറങ്ങുവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ അമലാണ് വരുന്നത്. ഇന്നിപ്പോൾ കാറിലല്ല പോകുന്നത്, ബൈക്കിലാണ് പോകുന്നത്. ഓരോ ദിവസം ചെല്ലുന്ന ഒരു ഷോക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നെങ്കിലും കിട്ടിയാൽ മതി മീനെ. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ ഇറങ്ങുവാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഹലോ, രാവിലെ ഇറങ്ങിയതാ. ഇപ്പോൾ 9 മണിയാവാറായി. ഒന്നും കിട്ടിയില്ല. പക്ഷെ നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. രാവിലെ ഒന്നും കഴിക്കാതെ കാരണം കൊണ്ട് ഞങ്ങൾ ഡാർക്ക് ഫാൻറ്റസി ഒക്കെ മേടിച്ച് നല്ലൊരു തണലുള്ള സ്ഥലം കിട്ടിയപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നില്ല കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ സ്ഥലം വേണമെങ്കിൽ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇത് മാപ്രാണം അടുത്തുള്ളൊരു സ്ഥലമാണ്. നേരെ ഇത് പുഴയിലോട്ടാണ് കണക്ഷൻ പോയിരിക്കുന്നത്. അവിടെ പോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ നടക്കണവർ. രാവിലെ തന്നെ കണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല, ഞങ്ങൾക്കും കിട്ടിയില്ല. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ആലോചിക്കുന്നത്. കാരണം മീൻ കിട്ടാണ്ട് ഈ വീഡിയോ ഇടണതിൽ കാര്യമില്ലല്ലോ. എനിക്ക് 2 ദിവസം കൂടി ഉണ്ട് ഇനി ഹോളിഡേ. പിന്നെ വൈകുന്നേരവും പിന്നെ 2 ദിവസം കൂടെ ഇറങ്ങും ഞാൻ. കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കിട്ടിയാമല്ലേ? ഇതാണ് അടുത്ത സ്പോട്ട് ഞങ്ങളുടെ. എറിഞ്ഞാമല്ലേ? ഒന്നും കിട്ടുന്നില്ല ഗൈസ്. മീനുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധി. ഒന്നും കൊത്തുന്നില്ല ഗൈസ്. അപ്പോൾ ഡേ 3 ആണ്. നമ്മൾ ആദ്യത്തെ 2 ദിവസം സക്സസ്ഫുള്ളായിട്ട് നമ്മൾ പരാജയപ്പെട്ടു. അപ്പോൾ ഡേ 3 വന്നിരിക്കുകയാണ്. നല്ല വെയിലായി തുടങ്ങി. അപ്പോൾ പരാജയപ്പെട്ട കാരണം കൊണ്ട് ഇന്നലെ വൈകുന്നേരം വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. നല്ല വെയിലും കൊണ്ട് പക്ഷെ ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. ഇനി ഒരു ദിവസം കൂടെ ഞങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പോൾ കിട്ടുവാണെങ്കിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ വന്നതാണ് പ്ലേസ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ വന്നതാണ് പ്ലേസ്. ഓരോ ദിവസം സ്ഥലം മാറി മാറി വരാം കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, കിട്ടണേ ഇല്ല. മീനുകൾക്ക് ഇത്ര ബുദ്ധി വെച്ചു എന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ അറിയാണ്ടാണോ അറിയില്ല. ഹലോ, വീടെത്തി ഗൈസ്. നമുക്ക് ഒന്നും കിട്ടിയില്ല. ഉച്ചയായപ്പോൾ നമ്മൾ പോകുന്നു. അറിയില്ല, ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ ബാക്കി. നമുക്ക് പിടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. മീൻ കൊത്തുന്നില്ല. എന്താ, നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കടന്നിട്ടും മീൻ കൊത്തുന്നില്ല. അപ്പോൾ ഇനി നമുക്കൊരു ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ദിവസം കൂടെ നോക്കാം. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. 4 ദിവസം പണിയെടുത്തതല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നാളെയെങ്കിലും മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൗ ഫോർ ദ ബെസ്റ്റ്. ചൂണ്ടാൻ വേണ്ടി ഓടി നടന്ന് ആകെ വെയിൽ കൊണ്ട് ആകെ ആവശ്യപരിപാടി. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 3 ദിവസം ചൂണ്ടൽ തന്നെയായിരുന്നു. നല്ല വെയിലാണ് പുറത്ത്. അപ്പോൾ അത് കാരണം ആകെ സ്കിന്നായാലും സ്കിൻ മൊത്തം ടാനായി. പിന്നെ മുടിയായാലും ആകെ തലയ്ക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വാവിൻ്റെ എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ
ഇത് ഞാൻ പുരട്ടി തരാനായിട്ട് അമ്മേനെ വിളിക്കാണ്. അപ്പൊ അമ്മ പോയോ? അപ്പോ കിച്ചു ഇല്ല. കിച്ചു സാധാരണ കിച്ചുവിനെ കൊണ്ട് ചെയ്യിക്കാറുള്ളതാണ്. കല്യാണത്തിന് മുന്നേ അമ്മയും കല്യാണം കഴിഞ്ഞിട്ട് കിച്ചുവിനെ ചെയ്തു തരാറ്. അപ്പൊ കിച്ചുവും വാവയും അവളുടെ വീട്ടിലാണ്. അവൾക്ക് എക്സാം ആയതുകൊണ്ട് അവരവരുടെ വീട്ടിലാണ്. അപ്പൊ ഞാൻ ഡ്യൂട്ടി അമ്മേനെ ഏൽപ്പിക്കുകയാണ്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇത് നമുക്ക് സ്കിന്നിലും യൂസ് ചെയ്യാം കേട്ടോ. സ്കിന്നിലും യൂസ് ചെയ്യാം. നമുക്കിത് പക്ക എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. പിന്നെ ഇത് തന്നെ നമുക്ക് കുക്കിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യാം. നമുക്കതുപോലെ തന്നെ സ്കിന്നിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നല്ല സാധനമാണ്. അപ്പൊ എന്തായാലും എന്റെ മൂത്തൊക്കെ പുരട്ടിക്കോളാം. അപ്പോ ഈ ക്ഷീണം ചൂണ്ടാൻ പോയതിന്റെ ക്ഷീണം മാറ്റണം. നമുക്ക് ഒരു ദിവസം കൂടി ഉണ്ട് ഇനി ചൂണ്ടാൻ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു മീനും പിടിച്ചിട്ട് വരുള്ളൂ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം. തലയിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഓയിൽ നമ്മുടെ ബോഡിയിൽ സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മൗത്ത് ഫ്രഷ്നിങ്, അതായത് ഓയിൽ പുള്ളിങ്, വായിൽ ഗാർഗിൾ ചെയ്യാനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓയിൽ പുള്ളിങ്ങിന് വേണ്ടിയിട്ട് ഈ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിത് കുക്കിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് 100% കൊളസ്ട്രോൾ ഫ്രീ ആണ്. അതുപോലെ തന്നെ 100% ഫാറ്റ് ഫ്രീ ആണ്. സോ അതുകൊണ്ട് നല്ലൊരു കുക്കിംഗ് ഓയിലും കൂടെയാണ് ഇത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കോൾഡ് പ്രസ്ഡ് ഓയിലാണ്. കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് വിർജിൻ ഓയിലാണ്. അതായത് നമ്മൾ കോക്കനട്ടിൻ്റെ ഫ്ലഷിന്ന് അത് നേരെ ഫ്ലഷ് ടിയർ ചെയ്തെടുത്ത് നേരെ പ്രസ് ചെയ്തിട്ട്, അതായത് ഹീറ്റ് ചെയ്യുന്നില്ല ഈ ഓയിൽ. അതുകൊണ്ട് തന്നെ ഇത് അൺബ്ലീച്ച്ഡ് ആൻഡ് നോൺ ഡിയോഡറൈസ്ഡ് ആണ് ഈ ഓയിൽ. അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നിങ്ങളും മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും. വേറെ മായങ്ങളൊന്നും ഇല്ലാത്ത പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഹലോ, അപ്പോൾ ഇന്നാണ് 4th and final ഡേ. രാവിലെ ആയി. അപ്പോൾ ഇന്നും അമലിനെയാണ് ഞാൻ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവനൊന്ന് ക്ലാസ്സിൽ പോകണം. അപ്പോൾ ഞാൻ കുറച്ച് സാധാരണ ഇറങ്ങുന്നതിൽ കുറച്ചും കൂടെ നേരത്തെയാണ് ഇറങ്ങിയേക്കണേ. അപ്പോൾ ഇന്നെങ്കിലും മീനെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 4 ദിവസം കിട്ടിയിട്ട് ഒരു ദിവസം പോലും രാവിലെ സൂര്യക്ക് എടുത്ത് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നെങ്കിലും ഹാർഡ് വർക്ക് വിൽ ബി പെയ്ഡ് ഓഫ് എന്ന് വിചാരിക്കാം. അപ്പോൾ വലിയ കാര്യത്തിൽ അമ്മേനൊക്കെ വിളിച്ചെന്ന് പിടിക്കും എന്നൊക്കെ ഉറപ്പിലാണ് ഇറങ്ങിയേക്കണേ. അങ്ങനെ കിട്ടുന്നൊരു തോന്നൽ, കാരണം ഇത്രയും ദിവസം ശ്രമിച്ചതല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്ന വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയിലാണ്. ഒരു തവണ പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ തന്നെയാണ്. കാരണം സമയമില്ല, ഒരുപാട് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ലേറ്റ് ആവും. അപ്പോൾ അടുത്ത് തന്നെയാണ് പോകുന്നത്. സോ അമ്മ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ചൂണ്ടയായിട്ട്, കണ്ടാ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്, നമ്മളിന്ന് നേരത്തെ വന്ന കാരണം കൊണ്ടൊരു ഗുണമുണ്ടായി. ഇത് നോക്കിയേ, ഫുള്ള് കോടയാണ്. ഫുള്ള് നോക്കൂ. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം ദൂരത്തല്ല. അപ്പം ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യം ആണ്. കാരണം ഒന്നും കാണുന്നില്ല, അങ്ങേറ്റത്തേക്ക് ഫുള്ള് കോടയാണ്. നമ്മൾ മൂന്നാറിലൊക്കെ കോട വീണ് എടുക്കാമെന്ന് കേട്ടിട്ടുള്ളൂ. ഇവിടെ അത്ര കോട ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ 1-2 ചേട്ടന്മാർ ചൂണ്ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. പരീക്ഷ കാരണം ഈ അടിപൊളിയായിട്ടുള്ള കലാപരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാതെ നമ്മുടെ കിച്ചു ഓൺലൈനിലുണ്ട്. ഞാൻ വിളിക്കുക അവളെ, എന്നിട്ട് പറയുന്നത് നോക്കട്ടെ. കിച്ചുവിനെ കാണാണ്ട ആൾക്കാർക്ക് വിഷമമാണ്, സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ. അപ്പോൾ കിച്ചുവിനെ കാണിച്ചു കൊടുക്കാം. അതെ, ഹലോ. ഹലോ, ഒരു ബ്രൈറ്റ്നസ്. കിച്ചു മീനെ കിട്ടില്ലേ, എന്താ ചെയ്യാ? മീനെ
നഷ്ടങ്ങളുടെ കണക്ക് മാത്രം പറയാനുള്ള കണക്ക് പുസ്തകം. എന്താ ഞാൻ കൊണ്ട വെയിലിന് കണക്കില്ല അറിയാം നിനക്ക്. മാനഹാനി അല്ലാണ്ട് എന്നെ ഉറങ്ങി വന്നല്ലേ? ഇന്നലെ ഞാനൊരു 12 മണിക്ക് ഉറങ്ങി. അതിന്റെ ഇടയിൽ വീണ്ടും എണീറ്റു കരഞ്ഞ്. ഞാനേ ക്ലിയർ ആണ്. ഞാനു എന്നിട്ട് ചെയ്യണ്ട കിച്ചു പറയേ ആൾക്കാരുടെ അടുത്ത് എന്നിട്ട് ചെയ്യണ്ട. ഇനി കൂടുതൽ മാനഹാനി ഉണ്ടാവാണ്ട് തിരിച്ചു പോന്നേക്ക്. ഏയ് പക്ഷെ ഇത് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് നോക്കിയടി, അടിപൊളിയാണ്. സ്ഥലം എവിടെയാണ്? സ്ഥലം അടുത്ത് തന്നെ. അമ്മല്ലെന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് ദൂരെ ഒന്നും പോയിട്ടില്ല. ഇന്നാണ് ഈ മമ്മിയുടെ മുന്നില് മീനിലാണെങ്കിൽ കയറി ചെല്ലാനും പറ്റില്ല. മമ്മിയുടെ അടുത്ത് നിന്നെ രാവിലെ വിളിച്ച് എഴുന്നേക്കണ പണിയില്ലല്ലോ പറയും മീനെ മേടിക്കാനായിട്ട്. എന്നാ ഔട്ടത്തൂര് അമ്മല് ഇവിടെ കണ്ടിന്യൂസ് പരിശ്രമത്തിലാണ് കേട്ടാ. അറിയില്ല കിട്ടുമെന്ന് നോക്കട്ടെ. അവനിന്ന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് അധികം സമയം പണി പാളി. ഒരു മിനിറ്റ് കേട്ടാ, ഒറ്റ മിനിറ്റ്. വീണ്ടും കറണ്ട് കമ്പിയിൽ കുടുങ്ങിയേക്കാണ് സുഹൃത്തുക്കള്. എടാ അമ്മല 2 കറണ്ട് കമ്പിയാ. എടാ നീ മറ്റോണം വലിക്ക്. മറ്റോണേ ഒരു വലി വലിച്ചാൽ മതി. ടൈറ്റ് ചെയ്തിട്ട് ഒറ്റ വലി അങ്ങോട്ടേക്ക് നീട്ടി. ഇങ്ങോട്ടേക്ക് ടൈറ്റ് അതല്ലടാ, റോപ്പ് കുറച്ചുകൊണ്ട് ടൈറ്റ് ഒറ്റ വലി വലിച്ചു. വീണ്ടും എൻ്റെ വളരെ അതിബുദ്ധിപരമായ ആടി റോപ്പ് ചൂണ്ടില്ലേ ദൂരേക്ക് എറിയണത്. അപ്പൊ ഗൈസ് ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് ആയില്ല, നമുക്ക് മീൻ കിട്ടിയില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആയിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനില്ല നമുക്ക്, കാരണം അമലിന് ക്ലാസ് ഉണ്ട്, അപ്പോൾ പോകണം. എന്നെ കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു മൂഡുണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എങ്ങനെയെങ്കിലും എൻഡ് ചെയ്യണമല്ലോ, അപ്പൊ പിന്നെ നമുക്കിതൊരു പ്രാങ്ക് ആക്കാം. കാരണം മീൻ മേടിക്കാണ്ട് വീട്ടിൽ കയറാൻ പറ്റില്ല, അമ്മ തല്ലിക്കൊല്ലും ചിലപ്പോൾ. അപ്പോൾ മീൻ പിടിക്കാണ്ട്, അപ്പോൾ മീൻ മേടിക്കാം എന്ന് വിചാരിച്ചു. മീൻ മേടിച്ചിട്ട് നമുക്ക് അമ്മേനെ പറ്റിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് മീൻ മേടിച്ചിട്ട് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഈ സമയത്ത് മീൻ തുറന്നിട്ടുണ്ടാവുക എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ ചുമ്മാ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കിട്ടണമെങ്കിൽ അത് മേടിച്ചിട്ട് പോവും. അതല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ എൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നോക്കും, എന്തായാലും മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് മീൻ മേടിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ ഘട്ടം കംപ്ലീറ്റ് ആയി. നമ്മൾ മീനെ മേടിച്ചു. ഇരിഞ്ഞാലക്കുട മാർക്കറ്റിലാണ് ഞങ്ങളിപ്പോൾ. അതെ, അപ്പോൾ മീനെ മേടിച്ചു. അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മീനെ കിട്ടുമോ ഇല്ലെന്ന് സംശയമായതുകൊണ്ട് രാവിലെ തന്നെ. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മീനെ കാണിച്ചു കൊടുത്തത്. റോഹുവിനാണ് മേടിച്ചാണ്. എടുക്കുന്ന കറുപ്പുണ്ടോ? അവരവരുടെ കവറിലിട്ട് തന്നാ. ഇത് മമ്മി ഞങ്ങൾക്ക് മീൻ കിട്ടിയാൽ ഇടാൻ വേണ്ടി തന്നാണ് കവറായിരുന്നു. അപ്പോൾ ആ കവറിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മിക്ക് ഡൗട്ട് അടിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറ്റി ഈ കവറിലാക്കി. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിശ്വസിക്കാൻ ഞാൻ അമ്മലും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ തോന്നി, ഇതിൻ്റെ വായിന്ന് ഞങ്ങളുടെ ഒരു ഫ്രോഗ് ഉണ്ട്. ഞാൻ കാണിച്ചിട്ട് ഒരു മിനിറ്റ്. അമ്മ പിടിച്ചേ. നമ്മുടെ ചൂണ്ടയമേൽ ഇങ്ങനൊരു സാധനമുണ്ട്, ഫ്രോഗ്. അപ്പം ഇതിനെ മാറ്റാം നമുക്ക്. ഇതതിൻ്റെ വായിക്കകത്താന്ന് പറയാം. അതല്ലെങ്കിൽ അമ്മ വിശ്വസിക്കാൻ ചാൻസ് തീരില്ല, കാരണം ഞങ്ങൾ അത്ര നല്ല പിടുത്തക്കാരായതുകൊണ്ട്. അപ്പോൾ ഇതതിൻ്റെ വായിക്കകത്താന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം.
എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യണ്ട അമ്മേനെ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓ എന്തൊരു നുണയന്മാരോടോ. ഇനി നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ വീടെത്തി നമ്മൾ. അപ്പോൾ നമുക്ക് അകത്തേക്ക് ചെല്ലാം. ഇവിടെ ഇപ്പോൾ വർക്ക് കാർ പോർച്ചിലാണ്. നമുക്ക് നേരെ ചെല്ലാത്തേക്ക്. അമ്മേ അമ്മേ മീൻ പിന്നെ രണ്ട് വെറുതെ പിന്നെ ഈ ചൂണ്ടി മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണ്ട വെയിൽ കൊണ്ടിട്ട് പിന്നെ ഞാൻ പൈസ നോക്കി മീനെ മേടിക്കല്ലേ. സാധനം പേര് അവിടെ ഉള്ള ചേട്ടന്മാര് പറഞ്ഞത് റോഹൂന്നാ പറഞ്ഞേ. എന്റെ പൊന്നെ വലിച്ചു അതിന്റെ കുളത്ത് വരാൻ വേണ്ടി വയ്ക്കാത്ത വലിച്ചു കയറ്റിട്ട് പിന്നെ അത് ഊരി എടുക്കാൻ പറ്റാണ്ട് അതിന്റെ വയറ്റിലാണ് കുളത്ത്. പേടയായിരുന്നു അമ്മല് വലിച്ചു കയറ്റാൻ. ഞാനിങ്ങനെ വലിക്കും, അതോ ഇടുകൊണ്ടു വയറ്റിട്ട് അതിന്റെ ഈ സാധനം അതിന്റെ ഫ്രോഗ് അത് മുറിക്കുമ്പോ എടുത്തോളാം. അത് എടുത്ത് ചൂണ്ടാകുമ്പോ വേണം. അപ്പൊ ഇന്നലെ വെച്ചമ്മ അല്ല അത് സാധനം ഫ്രഷ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് അല്ല അത് കടക്കാരില് കിട്ടണ്ടേ. രോമം പോലെ ഒന്നും കൊത്തില്ല. വെയില് കൊണ്ട് കറുത്തത് മാത്രം മിച്ചം. എനിക്ക് ആകെപ്പാടെ പറ്റിച്ച് ഞാൻ പറഞ്ഞോണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വിശ്വസിക്കേണ്ട അമ്മ മാത്രം. പപ്പയുടെ അടുത്ത് ഞാൻ കൊണ്ടുപോയി പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ എന്നെ ആട്ടും. കണ്ടാ തോന്നില്ല. പക്ഷെ സംഭവം അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എക്സ്പീരിയൻസ് കിട്ടി ഞങ്ങൾക്ക്. ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. കാരണം ഞാനൊരു മീനെ പിടിച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ നമുക്ക് ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം കിച്ച് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോ ആണ്, ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 50K അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ 50K എന്തായാലും ഒരു ഗീവ് അവേ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.